ഓണം ഓണം എക്സാം 2026-27 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് നടന്ന ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നടന്ന എല്ലാ എക്സാമിന്റെയും ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓണം എക്സാം ആൻസർ കീ ക്ലാസ് 6 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് കാണാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കേരള പാഠാവലി, ഹിന്ദി അങ്ങനെ 2 എക്സാമാണ് നമുക്ക് നടന്നത്. അപ്പോൾ 2 എക്സാമിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന വഴി ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാവും. ഇന്നിപ്പം ഹിന്ദി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹിന്ദിയിൽ കുറച്ച് റിപ്പീറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരേ മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വഴി നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും. അതുകൊണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണുക. ഓക്കെ, നമ്മൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ്. ഈ സമയം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്ലാൻ യുവർ ആൻസേഴ്സ് ഡ്യൂറിങ് ദിസ് ടൈം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് അറിയാവുന്ന ആൻസർ, എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണമെന്നില്ല, 2 ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്നത് ഏതാ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സമയമാണ് 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ആൻസർ 6 ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് സബ് ക്വസ്റ്റ്യൻ. 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ 2 ഓപ്ഷനാണ്. അത് ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളതെന്ന് നമ്മൾ നോക്കണം. എല്ലാ ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കൂടെയുള്ള സബ് ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആഥൻസ് ആൻഡ് സ്പാർട്ട were 2 major city states in ancient Greece. അപ്പോൾ ഗ്രീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആഥൻസും സ്പാർട്ടയുമാണ് 2 മേജർ സിറ്റീസ്. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ആഥൻസ് ആൻഡ് സ്പാർട്ട, ദ സിറ്റി സ്റ്റേറ്റ്സ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. അപ്പൊ ഗ്രീസിലുള്ള 2 പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ആഥൻസും സ്പാർട്ടയും. അപ്പൊ അതിൽ ഒന്നിൽ ആഥൻസിന്റെ ഇതില് ഡെമോക്രസി എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ അരിസ്റ്റോക്രസി എന്നും എഴുതിയിട്ടുണ്ട്. ബാക്കി 2 നമ്മൾ ഫിൽ ചെയ്യണം. അപ്പൊ നമുക്ക് ആഥൻസിന്റെ പ്രത്യേകതകൾ നോക്കാം. വിമൻ സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. വിമൻസ് സ്ത്രീകള്, അടിമകള്, അതേപോലെ വിദേശികൾക്കൊന്നും അവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഡെമോക്രസി ഇൻ ആഥൻസ് ബിഗാൻ ടു എക്സ്പാൻഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പെരിക്ലീസ്. പെരിക്ലീസിന്റെ കാലത്താണ് ആഥൻസിന്റെ ഡെമോക്രസി കുറച്ചും കൂടി വിശാലമായത്. ദ പൊളിറ്റിക്കൽ അസംബ്ലി ഇൻ ആഥൻസ് വാസ് നോൺ ആസ് ദ അസംബ്ലി. പൊളിറ്റിക്കൽ അസംബ്ലി അവിടെ അറിഞ്ഞിരിക്കുന്ന അസംബ്ലിയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾ എഴുതുക. പിന്നെ സ്പാർട്ടയിട്ട് പറയാൻ വെച്ചാൽ 21 years ഓഫ് മിലിറ്ററി സർവീസ് വാസ് കമ്പൽസറി ഫോർ ബോയ്സ്. അവിടെ ആൺകുട്ടികൾക്ക് 21 വർഷത്തെ നിർബന്ധിത മിലിറ്ററി സർവീസ് ആണ് അവിടെ നിർബന്ധമായിരുന്നു ഇവിടെ സ്പാർട്ടയിൽ. ദ വാസ് ബിറ്റ്വീൻ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ആൻഡ് പേർഷ്യ ആർ നോൺ ആസ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർ. അപ്പോൾ വാർസ് നടന്നിരുന്നു, അതിന്റെ പേരാണ് ഗ്രീക്കോ പേർഷ്യൻ വാർ. ദ വാസ് ഇൻ വിച്ച് സ്പാർട്ട ആൻഡ് ഇറ്റ്സ് അലീസ് അറ്റാക്ട് ആഥൻസ് ആർ നോൺ ആസ് പെപ്ലോനേഷ്യൻ വാർസ്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Choose the correct statement related to ancient Greece from the option. Olympics started here for administrative convenience. It was divided into several satrapies. Saracen philosophy was originated. It was the birthplace of Western civilization. ഇതിൽ ആകെ ഒന്ന് ശരിയുള്ള അതെന്താണ്? ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഹിയർ. ഒളിമ്പിക്സ് ആരംഭിച്ച എവിടെയാണ്? ഗ്രീസിൽ നിന്നാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. ഇനി അടുത്തത്, ഹേർലി ഹ്യൂമൻ ഇവോൾവ് മില്യൻസ് ഓഫ് ഇയേഴ്സ് എഗോ. ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ ആൻഡ് their characteristic are given in jumbled order. Write them in correct. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഇവല്യൂഷന്റെ സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാം കൂടിയും ജംബിൾഡ് ഓർഡറിലാണ്, ക്രമം തെറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ക്രമത്തിൽ എഴുതണം. ഓക്കെ, ഹോമിനിഡ്സ്, ഹോമിനോയിഡ്സ്, ഹോമോ ഇറക്റ്റ്, ഹോമോ ഹാബിലിയസ്. അപ്പോൾ ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക്ഡ് ഓൺ 2 legs ആണ്. അപ്പോൾ ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഓൺ 2 legs. അപ്പൊ നമ്മൾ 1 DU ആയിട്ടാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഓൺ 2 legs. ഇനി ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഓൺ 4 legs. 4 ലെഗ്സിന് 4 കാലിന് നടന്നവരാണ് ഹോമിനോയിഡ്സ്. ഇനി അടുത്ത ഹോമോ ഇറക്ടസ്, അപ്രൈറ്റ് ഹ്യൂമൻസ്, അതായത് നിവർന്നു നിൽക്കുന്നവർ. ഹോമോ ഹാബിലിസ്, എ ടൂൾ മേക്കേഴ്സ്.
ഓക്കെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് നോക്കിയാൽ 1D 2C 3B 4A ഇതിലാണ് നമ്മളെ ശരിയായ ഉത്തരം. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ 2 ആണ് ശരിയായ ഉത്തരം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് തിരഞ്ഞെടുക്കാൻ വരും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് കറക്റ്റ് നമ്മൾ എഴുതണം. ഹോമിനിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക്ഡ് ഓൺ 2 legs. ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ 4 legs ആണ്. ഹോമോ ഇറക്ടസ് എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുന്ന അപ്രൈറ്റ് ഹ്യൂമൻ ആണ്. ഹോമോ ഹാബിലസ് എന്ന് പറഞ്ഞാൽ ടൂൾ മേക്കേഴ്സ് ആണ്. അപ്പൊ 4A ആണ് ലാസ്റ്റ് വരുന്നത്, 1D ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കണം. ഓക്കെ. വാട്ട് were the development in human life when they moved in Mesolithic to Neolithic period? Write a note on it. അപ്പം ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്റെ ജീവിതം മെസോലിത്തിക് എന്ന കാലഘട്ടത്തിൽ നിന്നും നിയോലിത്തിക് എന്ന പീരീഡിലേക്ക് മാറിയല്ലോ. അപ്പൊ എന്തൊക്കെയാണ് അവിടെ വന്ന ചേഞ്ചസ് അതിനെ കുറിച്ച്. ബിൽഡ് പെർമനന്റ് dwellings and started living in organized social communities. പെർമനന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ താമസിച്ച് അവര് ഓർഗനൈസ് ആയിട്ട് ജീവിക്കാൻ, കൂട്ടമായിട്ട് ജീവിക്കാൻ ആരംഭിച്ചു. ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് ക്രോപ്സ് ആൻഡ് സെറ്റിംഗ് നിയർ ഫാംലാൻഡ്സ് ടു കെയർ ഫോർ ക്രോപ്സ് ആൻഡ് ആനിമൽസ്. അതേപോലെ തന്നെ കൃഷി ആരംഭിച്ചു. അതേപോലെ ഫാംലാൻഡ്സിന്റെ അടുത്ത് തന്നെ അവര് സ്ഥിരതാമസം ആരംഭിച്ചു. ഡെവലപ്ഡ് റിഫൈൻഡ് സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഫോർ ബെറ്റർ എഫിഷ്യൻസി. അതേപോലെ നല്ല കൂർത്തതും പോളിഷ്ഡ് ആയിട്ടുമുള്ള മിനുസമുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായി. ഇൻവെന്റഡ് ദ വീല്, ചക്രം കണ്ടുപിടിച്ചു. സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി, പോട്ടറി എന്ന് പറഞ്ഞാൽ മൺപാത്രങ്ങൾ, അത് നിർമ്മിക്കാൻ തുടങ്ങി. ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ഫോർ ഫുഡ് ആൻഡ് ലേബർ. അതേപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഇതൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 3 ഹാസ് ഇന്റേണൽ ചോയ്സ് 3A 3B. റൈറ്റ് എനി വൺ കംപ്ലീറ്റ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. 3Aയും Bയും ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. In the Bronze Age, civilization were formed around the river. Which among the given statement is not correct? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കറക്റ്റ് ഏതാന്ന്, അങ്ങനെയല്ല, കറക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ബ്രോൺസ് സിവിലൈസേഷനും ആയിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ടൗൺ പ്ലാനിങ്. ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസോപ്പൊട്ടേമിയ ആസ് known as sacred writing. Chinese civilization originated along the bank of river Hongo. Egyptian kings were known as pharaohs. ഇതിൽ തെറ്റ് ഏതാണ്? ഈജിപ്ഷ്യൻ കിങ്ങിന് എന്താ ഫറവോ എന്നാണ് വിളിക്കുക, അത് ശരിയാണ്. പിന്നെ ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റ് ചെയ്തത് ബാങ്ക് റിവർ എന്താണ് റിവർ ഹോങ്കോ, അതും ശരിയാണ്. പിന്നെ ഇതാണ് തെറ്റ്. ഓക്കെ. മെസോപ്പൊട്ടേമിയൻ സാക്രഡ് റൈറ്റിംഗ് എന്നാണോ വിളിക്കുക? അല്ല. എന്താണ് വിളിക്കുന്നത്? യൂണിഫോം വാസ് ദ മെസോപ്പൊട്ടേമിയൻ സ്ക്രിപ്റ്റ്. സാക്രഡ് റൈറ്റിംഗ് റെഫേഴ്സ് ഈജിപ്ഷ്യൻ ആണ്. സാക്രഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഹൈഡ്രോഗ്ലിഫിക്സ് ആണ്, അത് ഈജിപ്തുമായി ബന്ധപ്പെട്ടതാണ്. ക്യൂണിഫോം മെസോപ്പൊട്ടേമിയ, അത് ഓർമ്മിച്ച് വെക്കുക. ക്യൂണിഫോം മെസോപ്പൊട്ടേമിയ. ഇനി അടുത്തത്, എക്സാമിൻ ദ ഫീച്ചേഴ്സ് ആർ ഗിവൺ സിവിലൈസേഷൻ ആൻഡ് അറേഞ്ച് ഇൻ ദ ടേബിൾ കറക്റ്റ്ലി. ദ റീജിയൻ ബിറ്റ്വീൻ റിവർ, അത് ഏതിലാ വരിക? ദ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ് മെസോപ്പൊട്ടേമിയ. നമ്മൾ പഠിച്ചാണല്ലേ, 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടേമിയ അറിയപ്പെടുന്നത്. ദ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്. ദ സിറ്റി ഓഫ് കൈറോ, അതെവിടെയാണ്? ഈജിപ്തിലാണ്. ദ സിറ്റി ഓഫ് കൈറോ. ഓക്കെ. ദ ഗിഫ്റ്റ് ഓഫ് നൈല്, അതെവിടെയാണ്? ഈജിപ്റ്റ് ആണ് അല്ലേ. ദ സിറ്റി ഓഫ് ലഗാഷ് ഇവിടെയാണ്. പിരമിഡ് ഇവിടെയാണ്. ദ ലൂണ കലണ്ടർ മെസോപ്പൊട്ടേമിയ ആണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് എഴുതാം. ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സിറ്റി ഓഫ് കൈറോ, അത് ഈജിപ്റ്റ് ആണ്. ഗിഫ്റ്റ് ഓഫ് നൈല്, നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന ഈജിപ്റ്റ് ആണ്. പിരമിഡും ഈജിപ്തിലാണ്. മെസോപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ ദ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്, 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്നത്. ലൂണ കലണ്ടർ പിടിച്ച മെസോപ്പൊട്ടേമിയക്കാരാണ്. സിറ്റി ഓഫ് ലഗാഷ് എവിടെയാണ്? പിരമിഡ് ആണ്. ദ സിറ്റി ഓഫ് ലഗാഷ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെസോപ്പൊട്ടേമിയ ആണ്. ഓക്കെ. അപ്പൊ അത്രയും എഴുതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് എഴുതാം. 3B ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് എ റൈറ്റിംഗ് സിസ്റ്റം എക്സിസ്റ്റിംഗ് ഇൻ ദ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിൽ നിലവിലുണ്ട് 2 റൈറ്റിംഗ് സിസ്റ്റം ആണ്. റൈറ്റ് ഡൗൺ ദ സിഗ്നേച്ചർ ദേ ആർ റിലേറ്റഡ്. ഇപ്പൊ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടാണ്? നമ്മളിപ്പോ പറഞ്ഞല്ലേ, മെസോപ്പൊട്ടേമിയ. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ. ക്യൂണിഫോം സ്ക്രിപ്റ്റ് മറന്നു പോകരുത്. ക്യൂണിഫോം സ്ക്രിപ്റ്റ് മെസോപ്പൊട്ടേമിയ, ക്യൂണി മെസോ അല്ലേ, മെസ്സി അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ക്യൂണിഫോം എന്ന് പറയുന്ന മെസ്സി,
പിന്നെ ഹീറോഗ്ലോഫിക്സ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ആണ്, മറന്നു പോകരുത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ടു സ്ക്രിപ്റ്റ്. ഈ രണ്ട് സ്ക്രിപ്റ്റിനെ കമ്പയർ ചെയ്തിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാൻ. ഓക്കെ, ക്യൂണിഫോം സ്ക്രിപ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. ഡെവലപ്ഡ് ബൈ സുമേറിയൻസ്, മെസോപ്പൊട്ടേമിയക്കാരാണ് ഇത് കണ്ടുപിടിച്ചത്. ക്യൂണിഫോം സ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? സുമേറിയൻസ്, മെസോപ്പൊട്ടേമിയ. ഓക്കെ, വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇത് എങ്ങനെയുള്ള എങ്ങനെയുള്ളതാണ്? വെഡ്ജ് ഷേപ്പ് ആണ് ഇതിനുള്ളത്. പിക്ടോഗ്രാഫി, പിക്ചറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. റിട്ടൺ ഓൺ വെറ്റ് ക്ലേ ടാബ്ലറ്റ്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ക്ലേ ടാബ്ലറ്റിലാണ്. യൂസ് ഷാർപ്പ് റീഡ് സ്റ്റൈഡസ് ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത വെഡ്ജ് ഷേപ്പ് ആണ്, പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്, റിട്ടൺ ഓൺ വെറ്റ് ക്ലേ ടാബ്ലറ്റ് ആണ്, യൂസിങ് ഷാർപ്പ് റീഡ് സ്റ്റൈഡസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് പറയാം. ഡെവലപ്ഡ് ഇൻ ഏൻഷ്യന്റ് ഈജിപ്തിലാണ്. മീൻസ് സേക്രഡ് റൈറ്റ്. ഇതിന്റെ അർത്ഥം എന്താണ്? സേക്രഡ് റൈറ്റിംഗ്, വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. എ കോമ്പിനേഷൻ ഓഫ് പിക്ചർ, സയൻസ്, സിംബൽസ് ആൻഡ് ലെറ്റേഴ്സ് റീഡ് ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, ഒരു കോമ്പിനേഷൻ ആണ്. സയൻസും സിംബൽസും ഒക്കെ ഉള്ളത് ഒരു കോമ്പിനേഷൻ ആണ്. പിന്നെ ഇത് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇതാണ്, ഇത്രയും പ്രത്യേകത ആണ് നമുക്ക് ഹീറോഗ്ലിഫിക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നോക്കൂ. ദ ഇമാജിനറി ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആർ നോൺ ആസ് ദ ലൈൻ ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ഭൂമിക്ക് ചുറ്റും നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന വരകള് രണ്ടെണ്ണം പറയും, ലോങ്ങിറ്റ്യൂഡും ഉണ്ട്, ലാറ്റിറ്റ്യൂഡും ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇക്വേറ്റർ? ഇക്വേറ്ററിന് ഫീച്ചർ അല്ലാത്തതാണ് പറഞ്ഞത്, നോട്ട്. The greatest circle of latitude based on the equator, the earth can be imagined two hemisphere. The 0° latitude connects the poles. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റ്? കണക്ട് ദ പോൾസ്. ഈ പോൾസിനെ കണക്ട് ചെയ്യുന്ന എന്താണ്? ഇപ്പൊ ഇതാണ് പോൾസ് എന്ന് പറയുന്നത്, ഈ രണ്ടറ്റത്താണല്ലോ ഉള്ളത് അല്ലെ. ഈ പോൾസിനെ കണക്ട് ചെയ്യുന്ന എന്താണ്? ലോങ്ങിറ്റ്യൂഡ് ആണ്, ഇക്വേറ്റർ അല്ല. ഇക്വേറ്റർ ഇങ്ങനെയാണ് വരിക അല്ലെ, ഇക്വേറ്റർ ഇങ്ങനെയാണ്. അപ്പൊ ഇക്വേറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? ദ ഗ്രേറ്റസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിൽ ഏറ്റവും വലിയ ആളാണ് ആര്? ഇക്വേറ്റർ. ലാറ്റിറ്റ്യൂഡിൽ ഏറ്റവും വലുത് എന്താണ്? ഇക്വേറ്റർ ആണ്. ബേസ്ഡ് ഓൺ ദ ഇക്വേറ്റർ ദ എർത്ത് ക്യാൻ ബി ഇമാജിൻഡ് ടു ഹെമിസ്ഫിയർ. രണ്ട് ഹെമിസ്ഫിയർ ആണ് അല്ലെ. ഇക്വേറ്റർ ആണ് ഇതിനെ രണ്ട് ഹെമിസ്ഫിയർ ആക്കുന്നത്. 0° ലാറ്റിറ്റ്യൂഡ് ആണ്. കണക്ട് ദ പോൾസ് തെറ്റാണ്, അത് ലോങ്ങിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി ഡ്രോ എ മോഡൽ ആൻഡ് മാർക്ക് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് കറക്റ്റ്ലി. അപ്പൊ അത് അറിയാലോ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, പിന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇവിടെ, ആർട്ടിക് സർക്കിൾ ഇവിടെ, അന്റാർട്ടിക് സർക്കിൾ അവിടെ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. ഓക്കെ, അതറിയാലോ. അതിൻ്റെ ഒരു ഇതിലുള്ളത് പോലെ നിങ്ങൾ കറക്റ്റ് എഴുതട്ടോ. അത് വളരെ മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോംഡ് ബൈ ദ പീപ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോംഡ് ബൈ ദ പീപ്പിൾ. Find out the correct statement related to the state and write them. State protects the rights of the people. ശരിയാണ്. The state can exist without people. മനുഷ്യന്മാരില്ലാതെ സ്റ്റേറ്റ് ഉണ്ടാവും, അത് തെറ്റാണ്. For the existence of state, permanent and well-defined territory is essential. അത് തെറ്റാണ്. സ്റ്റേറ്റ് ഈസ് എ ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് തെറ്റാണ്. ഫോർ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ്, എ പെർമനന്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ഈസ് എസെൻഷ്യൽ, അത് ശരിയാണ്. ഒരു സ്റ്റേറ്റിന് ഒരു പെർമനന്റ് ആയിട്ട് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെറിട്ടറി വേണം. അപ്പൊ ഇതിൽ ശരി ഏതാണ്? എയും സിയും ആണ്. ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ. ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ്, പെർമനന്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ഈസ് എസെൻഷ്യൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആഡ് നെസസറി ഡീറ്റെയിൽസ് ടു പ്രസന്റ് ഇൻ ദ ഡിബേറ്റ് ഓൺ ദ സബ്ജക്ട്. ദ റോൾ ഓഫ് ഗവൺമെന്റ് ഈസ് എൻഷുറിംഗ് വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ അതിന് ഗവൺമെന്റിന്റെ റോള് എന്ന് പറയുന്നത് പീപ്പിളിന്റെ വെൽഫെയർ നോക്കുക എന്നുള്ളതാണ്. ദ ഗവൺമെന്റ് എൻഷുർസ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. ബാക്കി 3 പോയിന്റ്സ് നമ്മൾ എഴുതണം. Okay, it maintains law and order to ensure safety and justice for all citizens. It builds essential infrastructure like road, electricity and transportation system. It implements social welfare schemes to support marginalized and unprivileged group. അപ്പോൾ നമ്മുടെ
സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഒക്കെ സേഫ്റ്റി ഒക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റോഡ്, ഇലക്ട്രിസിറ്റി, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഗവൺമെന്റ് ആണ്. പിന്നെ സോഷ്യൽ വെൽഫെയർ സ്കീമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് പുറകോട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പല വെൽഫെയർ സ്കീമും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ 6 ഹാസ് 2 ഇന്റേണൽ ചോയ്സ്. 6A-യും B-യും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോളൂ കേട്ടോ. ബുദ്ധിസം ആൻഡ് ജൈനിസം were the two philosophies emergent in ancient. ബുദ്ധിസം ജൈനിസം നമ്മൾ പഠിച്ചാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ജൈനിസം which among the following is included ത്രിരത്ന. ത്രിരത്ന എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ഫുഡ്, റൈറ്റ് ബിലീഫ്. ഫുഡ് ഒന്നുമില്ല, റൈറ്റ് ഫുഡ് അതല്ല. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ഡ്രസ്സ് അതും അല്ല, അതും തെറ്റാണ്. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ്. അപ്പം മൂന്നാമത്തെ ആണ് ശരി. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. റൈറ്റ് ഫുഡ്, റൈറ്റ് ആക്ഷൻ, ഇത് നാലാമത്തെ തെറ്റാണ്. അപ്പോൾ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി ഐഡിയൽസ് ഓഫ് ജൈനിസം ബുദ്ധിസം നമ്മൾ എഴുതണം. ഓൾ തിങ്സ് ഹാവ് ലൈഫ്. ജൈനിസത്തിന്റെ പോയിന്റ്സ് ആണ്. ബാക്കി രണ്ടെണ്ണം നമ്മൾ എഴുതുക. ഡു നോട്ട് ഹാം അതേഴ്സ്. ബുദ്ധിസത്തിന് ഒരു പോയിന്റ് അവിടെ തന്നിച്ചിട്ട് ബാക്കി നമ്മൾ എഴുതണം. ഐഡിയൽസ് ഓഫ് ബുദ്ധിസം ഡു നോട്ട് ഹാവ്, ഡു നോട്ട് ലൈക്ക്, കള്ളം പറയരുത്, ബി ഹോണസ്റ്റ്, സത്യസന്ധയാക്കുക, ഡു നോട്ട് കവർട്ട് അതർ പ്രോപ്പർട്ടി, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി കുതിച്ചു പറിക്കരുത്. ഐഡിയൽസ് ഓഫ് ജൈനിസം, ജൈനിസത്തിന്റെ ഐഡിയൽസ് എന്താ? ഓൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാം തിങ്സിന്, എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. നോ ലിവിങ് തിങ്സ് ഷുഡ് ബി ഹാംഡ്. ആരെ ഉപദ്രവിക്കരുത്. ഡു നോട്ട് ലൈ, ഡു നോട്ട് സ്റ്റീൽ, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്. പ്രാക്ടീസ് റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളേജ്, റൈറ്റ് കണ്ടക്ട്. ഓക്കെ, അപ്പൊ ജൈനിസം ബുദ്ധിസം അതിന്റെ തത്വങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് 6. മഗധ എമർജ്ഡ് ആസ് എ പ്രോമിനന്റ് പവർ എമംഗ് ദ 16 മഹാജനപദ വിച്ച് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യ കാലത്ത് 16 മഹാജനപദ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രബലമായത് തന്നെ, ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള മഗധയാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മഗധ? പ്രിപ്പയർ നോട്ട്. മഗധയെ ഹെൽപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് ആർമി. നല്ല ഭരണാധികാരിയായിരുന്നു, പിന്നെ നല്ല സ്ട്രോങ് ആർമിയും ആയിരുന്നു. ഓക്കെ, പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് ആർമി. പ്രസൻസ് ഓഫ് അയൺ കോർ, ഇരുമ്പ് ഉണ്ടായിരുന്നു. മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പേഴ്സ് ആൻഡ് ടൂൾസ്. അതുകൊണ്ട് തന്നെ ഇരുമ്പുള്ളത് കൊണ്ട് തന്നെ കുറേ വെപ്പൺസും ടൂൾസും ഒക്കെ അവര് ഉണ്ടാക്കി. ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രൈബ്യൂട്ടറി. പിന്നെ ഗംഗ നദി തീരത്തായിരുന്നു ഈ മഗധ. അതുകൊണ്ട് തന്നെ ഗംഗയുടെ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ദാറ്റ് ഹെൽപ്സ് ടു ക്രോപ്പ് പ്രൊഡക്ഷൻ, ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അതും ഒരു ബെനിഫിറ്റ് ആയിരുന്നു. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. ഇതൊക്കെയാണ് മഗധ വലിയൊരു രാജ്യമാവാനുള്ള കാരണം. ഫോർ റൂൾസ് ആൻഡ് സ്ട്രോങ് ആർമി, പ്രസൻസ് ഓഫ് അയൺ ഓർ ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗംഗ, പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. ഇനി അടുത്ത് നമുക്ക് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലാത്ത മാത്രം എഴുതിയാൽ മതി. The fertility resulting from proximity to Ganga and its tributary helped the growth of Magadha. അത് ശരിയാണ്. ഗംഗയുടെ അടുത്തായതുകൊണ്ട് തന്നെയാണ് അത്രയും പ്രബലമായ രാജ്യമായത്. പാട്ലിപുത്ര served as the earlier capital of Magadha. Chandragupta Maurya, who established Maurya Empire by annexing nearby regions to Magadha. ധനനന്ദ was the ruler of മഗധ. അപ്പൊ ഇതിൽ തെറ്റ് ഏതാണ്? പാട്ലിപുത്ര ആണ് ഏറ്റവും തെറ്റായ ആൻസർ. പാട്ലിപുത്ര served as earlier capital of മഗധ, അത് തെറ്റായ ആൻസർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മൊത്തം 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നമ്മൾ ചാപ്റ്റർ വൈസ് റിവിഷൻ ഉടൻ ആരംഭിക്കുന്നതാണ്. വാച്ച് ദ ഓൺലൈൻ ക്ലാസ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ബെസ്റ്റീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.